വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. ഇന്ന് നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2024 സ്കീമിൻ്റെ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം എലക്റ്റീവ് സബ്ജക്റ്റാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റോ ഡേറ്റേനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംപ്ലി ഡേറ്റ അനലിറ്റിക്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും മാർക്സ് ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ അതൊരു സ്റ്റുഡൻറ്റ് ഡേറ്റയാണ്. അത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ടോപ്പർ ആരാ, അതുപോലെ തന്നെ ആവറേജ് മാർക്ക് എത്രയാണ് കുട്ടികൾ വാങ്ങിച്ചിരിക്കുന്നത്, ഫെയിലായ സ്റ്റുഡൻസ് ആരൊക്കെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഡേറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ അനലിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട ഡെഫിനിഷനാണ് ഞാൻ ഫസ്റ്റ് പോയിൻ്റായിട്ട് തന്നിരിക്കുന്നത്. ഡേറ്റ അനലിറ്റിക്സ് ഈസ് ദി പ്രോസസ് ഓഫ് കളക്റ്റിംഗ്, ക്ലീനിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഡേറ്റ ടു ഡിസ്കവർ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. അത് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ കൺവേർട്ടിംഗ് റോ ഡേറ്റ ഇൻറ്റു യൂസ്ഫുൾ ഇൻഫർമേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മാർക്സ് ഓഫ് സ്റ്റുഡൻസ്, അതായത് സ്റ്റുഡൻസിൻ്റെ ഒരു ഡേറ്റ എടുക്കുന്നു, അത് അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നു, ടോപ്പറിനെയും വീക്ക് സ്റ്റുഡൻസിനെയും കണ്ടുപിടിക്കുന്നു. സിംപിളി ഇത്രയാണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഡേറ്റ അനലിറ്റിക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഡേറ്റ അനലൈസ് ചെയ്ത് കമ്പനീസിന് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ ഡേറ്റ അനലിറ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോയിൻ്റാണ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, കറക്റ്റ് ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത വരുന്നതാണ് പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റെഡ്യൂസ് കോസ്റ്റ്, അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇൻക്രീസ് പ്രോഫിറ്റ്, സെയിൽസും പ്രോഫിറ്റും കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വരുന്നതാണ് ഇംപ്രൂവ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മനസ്സിലാക്കി ബെറ്റർ സർവീസസ് കൊടുക്കാൻ പറ്റും. ഐഡൻറ്റിഫൈ ഹിഡൻ പാറ്റേൺസ്, ഡേറ്റയിൽ ഈസിലി നമുക്ക് കാണാൻ പറ്റാത്ത പാറ്റേൺസ് കണ്ടുപിടിക്കാൻ ഈ ഡേറ്റ അനലിറ്റിക്സ് കൊണ്ട് പറ്റും. സൈഡിൽ ഞാനൊരു ബിസിനസ് ഗ്രോത്ത് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് സിംപ്ലി നിങ്ങളൊന്ന് നോക്കി വെക്കുക. അടുത്ത നമ്മൾ ഡേറ്റ അനലിറ്റിക്സിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഡേറ്റ അനലിറ്റിക്സ് പല ഫീൽഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയർ ഫീൽഡിൽ പേഷ്യൻസിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്ത് ഡിസീസസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ബാങ്കിങ് ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്കും ഫ്രോഡ് ട്രാൻസാക്ഷൻസ് കണ്ടുപിടിക്കാനും കസ്റ്റമേഴ്സിൻ്റെ സർവീസ് ഇംപ്രൂവ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. ഇ കൊമേഴ്സ് ഫീൽഡിൽ കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അനലൈസ് ചെയ്ത് പ്രൊഡക്ട്സ് റെക്കമെൻഡ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഇനി എഡ്യൂക്കേഷൻ ഫീൽഡിൽ നോക്കാനാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്ത് ബെറ്റർ ലേണിംഗ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സോഷ്യൽ മീഡിയ നോക്കാനാണെങ്കിൽ യൂസേഴ്സിന് ഇഷ്ടമുള്ള പോസ്റ്റ്, റീൽസ്, വീഡിയോസ് ഇതെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ നോക്കാനാണെങ്കിൽ ട്രാഫിക് അനലൈസ് ചെയ്ത് ഫാസ്റ്റസ്റ്റ് റൂട്ട് സജസ്റ്റ് ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സ് മൂവി റെക്കമെൻഡ് ചെയ്യുന്നു. ആമസോൺ പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാം റീൽസ് റെക്കമെൻഡ് ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പല ആപ്സും ഡേറ്റ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഡേറ്റയും ഇൻഫർമേഷനും ആണ്. ഇവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഡേറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആണ്, അത് ഓർഗനൈസ് ചെയ്തിട്ടില്ല, മീനിങ്ങും ഇല്ല. ഇനി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സ് ചെയ്ത ഡേറ്റയാണ്, അത് മീനിങ് ഫുൾ ആണ്, അത് ഓർഗനൈസ്ഡും ആണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 45, 16, 78, 95 എന്ന മാർക്സ് മാത്രം ഡേറ്റയാണ്. ഈ മാർക്സ് അനലൈസ് ചെയ്ത് ആവറേജ് 69.5 എന്ന് കണ്ടുപിടിച്ചാൽ അത് ഇൻഫർമേഷൻ ആകും. നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അനലിറ്റിക്സ് ആൻഡ് ഡേറ്റ അനാലിസിസ് ആണ്. ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ എന്താ സംഭവിച്ചത് എന്ന് അനലൈസ് ചെയ്യുന്നു. അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡേറ്റ യൂസ് ചെയ്ത് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ലാസ്റ്റ് മന്ത് സെയിൽസ് കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കുന്നത് ഡേറ്റ അനാലിസിസ് ആണ്. അടുത്ത മന്ത് സെയിൽസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അനാലിറ്റിക്സ് ആണ്. ഈസി ആയിട്ട് പറയാനാണെങ്കിൽ ഡേറ്റ അനാലിസിസ് പാസ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യും, അനലിറ്റിക്സ് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അനലിറ്റിക്സിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രെഡിക്ട്സ് ഫ്യൂച്ചർ, യൂസസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ML, സപ്പോർട്ട്സ് ഡിസിഷൻ മേക്കിംഗ്. ഡേറ്റ അനാലിസിസിൽ എന്തൊക്കെയാണ് വരുന്നത്? എക്സ്പ്ലെയിൻസ് പാസ്റ്റ്, യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, ജനറേറ്റ്സ് റിപ്പോർട്ട്സ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡേറ്റ അനലിറ്റിക്സിൻ്റെ ബേസിക്സ് കംപ്ലീറ്റ് പഠിച്ചു. ഇത് മൊഡ്യൂൾ 1ൻ്റെ ഫൗണ്ടേഷനാണ്.
നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു ഓൾ.